ലോഡ് ഷെഡിങ് വീണ്ടും വരുന്നു. KCB ഇത് എന്ത് കളിയാ കളിക്കണത്? നമ്മളെ കാലത്ത് ആവരത്തിലുണ്ടായിരുന്നപ്പോ എത്ര മാന്യമായിട്ട് കൊണ്ടു നടന്നിരുന്നതാണ്. മൊത്തമാര് കൊണ്ട് കൊളമാക്കും. നീ എന്താണ് ഈ കാര്യമായിട്ട് നോക്കണത്? നമ്മുടെ നാരകത്തെ കുഞ്ഞുമോളിയേച്ചില്ലേ, ആ, അവരുടെ മോളുടെ കല്യാണമാണെന്ന് കുടുംബസമേതം ചെല്ലണം എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചേക്കുന്നു. അപ്പൊ നമുക്ക് പോണം, കല്യാണത്തിന് കുടുംബസമേതം തന്നെ പോണം. അയ്യോ, സിദ്ധുവിന്റെ കല്യാണത്തിനെ നമ്മൾ എല്ലാവരും കൂടെ ചെന്ന് അവിടെ വിളിച്ചത്. അപ്പൊ അവരുടെ കൊച്ചിന്റെ കല്യാണം വരുമ്പോ അവര് മെസ്സേജ് അയക്കുകയാണ് ചെയ്യേണ്ടത്, വീട്ടിൽ വന്ന് വിളിക്കണ്ടേ? എന്റെ സീര, നീ ഏത് ലോകത്താണ്? കാലം മാറി വരെയാണ്, അപ്പൊ ജീവിത സാഹചര്യങ്ങളും മാറും. ചിലപ്പോ അവർക്ക് മെസ്സേജ് അയച്ച് വിളിക്കാനേ തോന്നിയിട്ടുണ്ടാവുള്ളൂ. എന്ന് കരുതി നമ്മൾ പോകാതിരുന്നു കഴിഞ്ഞാല് കല്യാണം അവിടെ നടക്കും അതിന്റെ വഴിക്ക്. അതെ അതെ, അവിടെ നടന്നോട്ടെ കല്യാണം. ഇപ്പൊ നീ എന്താ പറഞ്ഞു വന്നത്? കല്യാണത്തിന് പോണോ വേണ്ടേ? പോവണ്ട. വേണ്ട. വേണ്ട, അത് തന്നെ. വേണ്ട. എന്ത് പറ്റി മോളെ? വല്ല ലൈൻ കമ്പി പൊട്ടിയോ? എന്തുവാ മനുഷ്യ? എന്തൊരു ശബ്ദമാ എന്റെ ലച്ചു, ഇങ്ങനെ ഈ ബഹളം വെച്ച് എന്തോ ചെയ്യുവാ? അല്ല, പാറുവിനെ കണ്ടായിരുന്നു ചോദിച്ചതാ. ഇത്രയും പ്രായമായില്ലേ ലച്ചു നിനക്ക്? ഈ പിള്ളേരോട് ഇപ്പോഴും തല്ലുകൂടി കിടക്ക? ഞാൻ തല്ലുകൂടിയൊന്നുമില്ല അമ്മ, എന്നെ ഇടങ്കാലിട്ട് വീഴ്ത്താൻ നോക്കിട്ടാ. ഇടങ്കാലി വെച്ച് വീഴ്ത്താൻ നോക്കിയോ? സ്മാർട്ട് ഗേൾ. എന്റെ അച്ഛ അങ്ങനൊന്നും അല്ല. ഞാൻ അവിടെ പുറത്ത് കസാരയിൽ കാലും കാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ഫ്രണ്ട് കൂടെ ചേച്ചി പോയി. അപ്പൊ ചേച്ചിയുടെ ദേഹത്തിന്റെ കാലൊന്ന് മുട്ടി. അച്ഛൻ പറ, ആരുടെ ഭാഗത്ത് അപ്പൊ തെറ്റ്? അച്ഛൻ പറ, ആരുടെ ഭാഗത്താ തെറ്റ്? എന്ന് പറയുമ്പോ ചുമ്മാതല്ല ലക്ഷ്യം, നമ്മുടെ വീട്ടിൽ നിൽക്കാതെ ഓടി ഇങ്ങോട്ട് വന്നത്. ഇവിടെ പിള്ളേരായിട്ട് കളിച്ച് നടക്കാമല്ലോ. മക്കളെ പാറു, വന്നേ, ചേച്ചിയുടെ കാര്യം പറയട്ടെ. തൽക്കാലം കാര്യമൊന്നും പറയണ്ട അമ്മ. ചേച്ചി നല്ല ദേഷ്യത്തിലാ, അങ്ങോട്ട് ചെന്ന് ഞാൻ അടിക്കും. അടിക്കോ? ഞാൻ അടിക്കാനാ ഇവളെ? അല്ല പാറു, ചേച്ചി അടിച്ചാ ചേച്ചിന് തിരിച്ചടിക്കോ? എനിക്ക് തിരിച്ചടിക്കാൻ പറ്റണ്ടേ? ചേച്ചിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തോട്ട് പോലും പോകാൻ പറ്റത്തില്ല. എന്തുവാ ലച്ചു കേൾക്കുന്നേ? അല്ല, സംഭവം കൊച്ചു പറയാൻ ചെറിയൊരു കാര്യമൊക്കെ ഉണ്ടമ്മ. ദേഷ്യം വന്നാ പ്രത്യേകിച്ചൊന്നും ചെയ്തൊന്നുമില്ല, ജസ്റ്റ് കാലവരെ തറ അടിച്ച് വലിച്ചങ്കേറ്. വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നൊന്നും നോക്കണ്ട. ദേഷ്യം വന്നു കഴിഞ്ഞാ ഡബിൾ സ്ട്രെങ്ത്. ഇതെന്തുവാ ലച്ചു ഇവര് പറയുന്നത്? സത്യമാണോ ഇതൊക്കെ? ചുമ്മാ വെറുതെ തള്ളി മറിക്കണതമ്മ. എന്ത് എന്തൊക്കെ വർത്താനങ്ങളാ ചേട്ടാ ഇവള് പറയുന്നേ? തള്ളി മറിക്കുന്നൊക്കെ അങ്ങനെ പഠിപ്പിച്ചത് തന്നെ ഇങ്ങനെ? അല്ല, അതൊക്കെ ഇപ്പൊ എല്ലാരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളല്ലേ, അല്ലേ അച്ഛാ? അല്ല, അത് വിട്. സിദ്ധുവായിട്ട് വിളിച്ചാ? സിദ്ധു ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രി. അവിടെ മംഗലാപുരത്ത് എന്തോ തിരക്കാണെന്നാ പറഞ്ഞത്. അവനെന്തോ ബിസിനസ് ചെയ്യുന്ന എന്തോണ്ടും പറഞ്ഞിട്ടല്ലേ പോയത്. തീരെ നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഓ, നമ്മളോട് പറയത്തില്ലല്ലോ. അവനവിടെ അവന്റെ പെങ്ങളെടുത്ത് എന്നിട്ടല്ലേ അവിടെ എത്തിന്ന് പോലും നമ്മളെ വിളിച്ചു പറഞ്ഞേ. അറിയാവുന്നവരൊന്നും വിളിച്ചു പറയത്തൂല്ലല്ലോ. അല്ല, എനിക്കും പ്രത്യേകിച്ചൊന്നും അറിയില്ല. അളിയനും കൂടെ അവിടെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഫ്രൂട്ട്സ് എക്സ്പോർട്ടിങ് അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അറിയായിരുന്നല്ലോ, ഒന്ന് വിളിച്ചു പറയായിരുന്നല്ലോ അത്, അല്ലേ? ഞാനേ ഇപ്പൊ വരാവേ. കണ്ടോ കാര്യങ്ങൾ ചോദിച്ചോണ്ട് അവൻ ഓടി പോകുന്നുണ്ടോ? ശരി, അവള് ഇതിനകത്ത് എന്താ അഭിപ്രായം പറയാനാണ്? അവൻ അവന്റെ പെങ്ങളുടെ അടുത്തും അളിയന്റെ അടുത്തും പോയേക്കണ്, അത്രേ ഉള്ളൂ. ഈ മംഗലാപുരം എന്ന് പറയണതേ അത്യാവശ്യം നല്ലൊരു സ്കോപ്പുള്ള സ്ഥലമാണ്. കാരണം പോർട്ടൊക്കെ അവിടെ അടുത്താണല്ലോ. അപ്പൊ എക്സ്പോർട്ടിങ് കയറ്റിയും കഴിക്കാം. സ്കോപ്പുള്ള സ്ഥലമൊക്കെ തന്നെയാണ് മംഗലാപുരം. പക്ഷെ എന്നാലും പോയേക്കണത് ഇവനല്ലടാ. കാര്യം ശരി, അവരളിയനാണ്, പെങ്ങളാണ്, മച്ചമ്പിയാണ്, കൂട്ടു ബിസിനസ്സാണ്. പക്ഷെ അത് അല്ല, നീ എവിടെ പോടും? കേശുവേ, ഈ മംഗലാപുരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. നമ്മുടെ ഈ ഏരിയയിലെ ഹാർബറാണോ? എവിടെയാ ട്രാൻസ്ഫോമർ ഉള്ളത്? ട്രാൻസ്ഫോമർ അത് ഈ വളവിലുണ്ട്. ഓ, വളവിലാണ്. ഇപ്പൊ എന്തിനു ചോദിച്ചു? അല്ല, എപ്പോഴാണ് ഒരു അത്യാവശ്യം പറഞ്ഞതെന്ന് പറയാൻ പറ്റൂല. ട്രാൻസ്ഫോമറോട് എന്തൊരു അത്യാവശ്യം? കാര്യമായിട്ടുള്ള പണിയിലാണല്ലോ രണ്ടുപേരും. ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ? ഒന്നും വേണ്ട മോളെ.
ചെറിയ അടുക്കള ആണെങ്കിലേ നല്ല രസമായിട്ട് ഇവിടുത്തെ അടുക്കള കാണാൻ. ഞങ്ങളുടെ അവിടുത്തെ അടുക്കളയുണ്ട്, വലിയ അടുക്കളയാണ്. പക്ഷെ ഒരു കാര്യമില്ലെന്ന് പറയുന്നത് ശരി, അതിൻ്റെ ഒരു മൂലയിൽ നിന്ന് മുഴുവനുണ്ടല്ലോ അങ്ങ് ചോർച്ചയായി. ഇപ്പം മഴയും കൂടെ പെയ്തപ്പം ഒരു രക്ഷയില്ല. അതൊന്ന് പുതുക്കി പണിയാന്ന് വിചാരിച്ചാലോ എവിടെ സമയം കിട്ടാൻ, അങ്ങനെ തന്നെ കിടപ്പുണ്ടിട്ട് തല്ലി. അത് പറഞ്ഞപ്പോഴാ അതുപോലൊക്കെ തന്നെ പടവലത്തെ കാര്യവും. അവിടെ എല്ലാം ചോന്നൊലിച്ച് നാശമായി കിടക്കുക. പക്ഷെ കൈ വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വേണം. അതുകൊണ്ടാ അനങ്ങാതെ ഇങ്ങനെ നടക്കുന്നത്. സിദ്ധോட அம்மா ரொம்ப நாளாச்சுல പടവലത്തിൽ വന്നിട്ട്. ആ പിന്നെ കുറച്ച് നാളായി ഞാൻ അങ്ങോട്ട് പോയിട്ട്. നിങ്ങൾ ഇനി പോകുമ്പോഴത്തേനും പറയണേ, ഞാനും കൂടെ വരാം. ആ എല്ലാവരും ഇവിടെ ഉണ്ടോ? അടുക്കളയിലേക്ക് എനിക്ക് പ്രവേശനം ഉണ്ടോ ആവോ? അയ്യോ, അതെന്തൊരു ചോദ്യോ. കേറി വന്നാട്ടെ, ഇത് നിങ്ങളുടെ കൂടെ വീടല്ലയോ? എന്നെ അന്വേഷിച്ചു വന്നായിരിക്കും. അതെ, ഒരു കാര്യം പറഞ്ഞതിന്റെ ഇടയിലാണോ എഴുന്നേറ്റ് പോരുന്നത്? ആ ചില കാര്യങ്ങൾക്കൊന്നും അഭിപ്രായം പറയാതിരിക്കാന്നല്ല. എന്താ മോളെ പ്രശ്നം? അമ്മ, സിദ്ധുവിന്റെ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവന്റെ കാര്യത്തിൽ ഒന്നും ഇടപെടാറില്ല. അവൻ പഠിച്ചതായിക്കോട്ടെ, ദുബായി പോയതായിക്കോട്ടെ, എല്ലാം അവന്റെ അച്ഛനോട് ചോദിച്ചിട്ടാ ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം കല്യാണവും കഴിഞ്ഞ് കൊച്ചുമായി. ഇനിയിപ്പൊ അവന്റെ കാര്യത്തിനകത്തൊക്കെ ഞാൻ എന്തോ അഭിപ്രായം പറയാനാ? അവൻ മംഗലാപുരത്ത് പോയതൊക്കെ, അവൻ തിരിച്ച് ഗൾഫിൽ പോണുണ്ടായില്ലെന്ന് നമ്മൾ അറിയണ്ടേ? എന്തിനറിയണം? നിങ്ങൾക്കറിയണോ? നിനക്കറിയണ്ടെങ്കിൽ എനിക്കറിയണമെന്നുണ്ട്. നീ ഒന്ന് വിളിച്ചു നോക്കി. നിങ്ങൾ വിളിച്ചു നോക്ക്. നിനക്കെന്താ വിളിച്ചാല്? നിങ്ങൾക്ക് എന്താ വിളിച്ചാല്? നിനക്കെന്താ വിളിച്ചാ കുഴപ്പം? നിങ്ങൾക്ക് എന്താ വിളിച്ചാൽ ഞാൻ തന്നെ. അതെ, അവരുടെ ഇഷ്ടത്തിന് എന്തുവാന്ന് വെച്ചാൽ അവർ കാര്യങ്ങൾ ചെയ്തോട്ടെ. പക്ഷെ എന്തിനാ ഏതിനാന്നൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഇത് തന്നെയാണ് ഞാനും പറയണത്. കാര്യം ശരി, ഞങ്ങളുടെ മകളുടെ ഭർത്താവാണ്, അവര് അളിയനും ഒളിയനുമാണ്. അവര് തമ്മിലൊരു ബിസിനസ് ചെയ്യുമ്പോ അതിന്റെ മുതൽ മുടക്ക് എന്താണ്, സാധ്യത എന്താണെന്ന് നമ്മളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? நான் ஒரு விஷயம் சொல்லட்டா? കനക ചൊല്ല്. சித்து வந்து ரொம்ப புத்திசாலியான பையன். ആ എന്റെ ബുദ്ധിയാണ് അവൻ കിട്ടിയിരുന്നത്. அவன் எல்லாமே யோசிச்சு தான் செய்வான். ഞാനും അങ്ങനെ തന്നെയാണ്. ஆனா அவன் யாருக்கு வேணா எவ்வளவு காசு வேணா செலவு பண்ணுவான். அதுக்கு அவனுக்கு ஒரு மடியும் இல்லப்பா. ആ അതെന്റെ സ്വഭാവമല്ല. അവൻ യാതൊരു പിടിപ്പില്ലാത്തേക്കാണ്, പ്രത്യേകിച്ച് കാശിന്റെ കാര്യത്തിൽ. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, അവൻ മംഗലാപുരത്ത് പോയിട്ടില്ലേ, ബിസിനസ് സ്റ്റഡി ചെയ്യാനെന്നും പറഞ്ഞിട്ട് അവൻ ലക്ഷങ്ങൾ വാരിക്കോരി ചെലവാക്കും. അവന്റെ പെങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് അവക്കും ഇഷ്ടം പോലെ അവൻ എടുത്തു കൊടുക്കും. എനിക്ക് മനസ്സിലാവും അത്, പക്ഷെ ഇവക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല. നിങ്ങളിപ്പോ പറഞ്ഞു വരുന്നത് എന്താ? ഞാനിപ്പോ സിദ്ധുവിനെ ഫോൺ വിളിച്ച് പറയണോ ബിസിനസിന് വേണ്ടി ഒരു പൈസ പോലും നീ ഇറക്കരുത്, ഞങ്ങൾക്ക് 5 പൈസ പോലും കൊടുക്കരുതെന്ന് ഞാൻ ഫോൺ വിളിച്ച് പറയണോ? അതാണോ പറയുന്നേ? അതാണ് സീത നീ പറയണത്. അമ്മ, ഞാൻ ഇവിടെ നിന്നാ ശരിയാവൂല. ഇവിടെ യൂസ് ഉരിക്കിടക്കാണ്. சித்தோட அப்பா சொன்னதுலயும் காரியம் இருக்கு. എന്റെ ഫ്യൂസ് ഊരി കിടക്കാന്ന് പറഞ്ഞോ? அது இல்ல, சித்து நிறைய காசு செலவு செய்வான்னு சொன்னது. அவனுக்கு காசு விஷயத்துல பெரிய கண்ட்ரோல் எல்லாம் இல்ல. ஆனா இங்க நிக்கும் போது லிச்சு எல்லாத்துக்குமே ஒரு கண்ட்ரோல் வைப்பான். അമ്മ, ഞാൻ ഇതിനകത്തൊക്കെ അഭിപ്രായം പറയാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അനുഭവിച്ച് പഠിക്കട്ടെന്നേ. അവൻ ഇത്രയും കാലവും ഗൾഫിൽ കിടന്ന് ഉണ്ടാക്കിയ പൈസയല്ലേ, അതപ്പോ സൂക്ഷിച്ചു വേണ്ടേ ചെലവാക്കാൻ? ഇനിയിപ്പൊ അനുഭവം വന്നാലേ പഠിക്കുള്ളൂ എന്ന് വെച്ചാ ആട്ടെന്നേ. நான் உங்களுக்கு ஸ்ட்ராங்கா ஒரு கட்டன் சாய் எடுக்கட்டா? ആ വേണ്ടി വരും. പറയടേ, ആണോ? അല്ല, കല്യാണത്തിന്റെ ഡേറ്റ് എന്നാന്നാ പറഞ്ഞേ? ഒരു മിനിറ്റ്, അമ്മ ഇവിടെ ഇരിക്കുവായിരുന്നോ? എന്നാ കിടന്നോ, ഞാൻ അപ്പുറത്ത് സംസാരിച്ചോളാം. ലച്ചു, ഇവിടെ വാ, ഇവിടെ വാ. ഞാൻ വിളിക്കാവേ. ഇങ്ങോട്ട് വാ. എന്താ അമ്മ? നീ ഇത് എങ്ങോട്ടായി ഓടുന്ന എന്നെ കാണുമ്പം? ഓടിയില്ലല്ലോ. നീ ഇതിന് മാത്രം എന്തിനാ ഈ പരിഭ്രമം കാണിക്കുന്നേ? നീ ഒരു കാര്യം ചെയ്യണം. സിദ്ധു എന്ത് ബിസിനസ്സാ ചെയ്യാൻ പോയിരിക്കുന്നത് അച്ഛനോടൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അങ്ങേര് എന്റെ പിന്നാലെ നടന്ന് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എനിക്കെന്തോ അറിയാവുന്ന പോലെ. നീ അച്ഛനെ വിളിച്ച് കാര്യം എന്താന്ന് വെച്ച് കറക്റ്റായിട്ട് പറഞ്ഞേ. ആ അതെ, പറ. കറക്റ്റ് സമയത്ത് അച്ഛൻ വന്നല്ലേ. അമ്മ അച്ഛനെ അന്വേഷിച്ചോണ്ടിരിക്കുകയായിരുന്നു. സിദ്ധുവിന് എന്തോ കാര്യേ അമ്മയ്ക്ക് അച്ഛൻ്റെ അടുത്ത് പറയാണ്ടിരുന്നു. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഇപ്പൊ വരാവേ. ഞാൻ അവന്റെ കാര്യം പറയാനായിട്ട് നിന്റെ അടുത്ത് വന്നപ്പോ നിനക്കത് കേൾക്കാൻ താല്പര്യമില്ല. ഇപ്പൊ നിനക്ക് അവന്റെ കാര്യം എന്നോട് പറയാനുണ്ട്. പറഞ്ഞോ, കേൾക്കാം. കുന്തം, എനിക്കൊന്നും പറയാനില്ല.
ഞാൻ അവളോടാ പറഞ്ഞത്. അവക്ക് എന്തെങ്കിലും അറിയാണെങ്കിൽ നിങ്ങളോട് പറയാൻ. അവളെന്നിട്ട് എന്നോട് അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. എന്താന്ന് അവളോട് ഒന്ന് ചോദിക്കേ. എന്നോട് എന്തെങ്കിലും ചോദിച്ചോണ്ടിരിക്കുക. അവൻ എന്ത് ചെയ്യാൻ പോയത്, അവൻ എന്ത് ബിസിനസ് ചെയ്യും, ഞാൻ എവിടുന്ന് പറയാനാന്നേ. വല്ല അറിയണമെങ്കിൽ അവളോട് ചോദിക്കേ. സിദ്ധു, സിദ്ധു, കുറച്ചുകൂടെ ഇറക്കം വിളിക്കുകയാണെങ്കിൽ അങ്ങ് മംഗലാപുരം വരെ കേൾക്കാം. അതിന് ഞാൻ സിദ്ധുവിനല്ല വിളിച്ചത്, ലച്ചുവിനെ വിളിച്ചത്. ലച്ചു, ലച്ചു, ഓ അതോടെ വരാത്തെ. എന്താ അച്ഛാ? പറ, എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞാ പറ. എന്ത്? മോക്ക് അച്ഛനോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു, അത് പറ. പറയച്ചോട് എന്താ പറയണെന്ന് വെച്ചാ? അല്ല എന്ത് പറയണോ നീ പറയണ? പറഞ്ഞോ, എന്താണെങ്കിലും പറഞ്ഞോ, അച്ഛൻ കേട്ടോളാം. പറഞ്ഞോ, എന്താണ് പറയാനുള്ളത് പറ. അതാ ആ അത് വേറൊന്നുമല്ല അച്ഛാ. അച്ഛനെ കറക്റ്റ് സമയത്ത് മരുന്നും ഭക്ഷണവും ഒക്കെ കഴിക്കണം. അതുപോലെ തന്നെ നേരത്തെ കിടന്ന് ഉറങ്ങുകയും വേണം. ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണ്ടേ? എന്താണ് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അല്ല അച്ഛാ, അതിൽ ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടാ. കാരണം ഈ ഉറക്കം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. നമ്മൾ ഈ ഉറക്കം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ അസുഖങ്ങളൊക്കെ നേരെ കയറി ഡബിൾ ആവും. അത് വിടുന്ന്, അതല്ലെന്ന് അമ്മ പറഞ്ഞല്ലോ സിദ്ധുവിനെ കുറിച്ച് എന്തോ പറയാനുണ്ടെന്ന്. ഞാൻ അവിടെ കിടപ്പുണ്ട്, ചോദിച്ചു നോക്ക്. ഇവിടെ പോയോ? ഇവിടെ ഉണ്ട്. തലം മാറി കളിക്കണം നീ. പറ, ലച്ചുവിന് പറയാൻ എന്താണുള്ളത് ഇത് പറ. അതിനെന്തിനാ ഇങ്ങനെ ശബ്ദത്തിൽ സംസാരിക്കുന്നേ? ശബ്ദം താഴ്ത്തി സംസാരിക്കട്ടെ. അത് കുഴപ്പമൊന്നുമില്ല, ഇത് നമ്മുടെ വീടല്ലേ. അച്ഛൻ കേറ്റിപ്പിടി. ആഹാ, അല്ല പിന്നെ ഇതേ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാണ്. നിന്റെ മോന് ബിസിനസ് ചെയ്ത് പരിചയമില്ല. അവൻ ഒഫീഷ്യൽ കാര്യങ്ങൾ ചെയ്തേ പരിചയമുള്ളൂ. ഇവൻ ഇനി ബിസിനസ്സിലേക്ക് ചെന്ന് അത് പഠിച്ച് അതിനകത്തേക്ക് കാശ് ഇറക്കി അതിന്റെ ലാഭവും നഷ്ടവും ഒക്കെ നോക്കി ഇതെന്ന് നേരെയാവാനാണ് എനിക്കറിഞ്ഞൂടാ. ഇതൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോളെ, ഞാൻ എവിടെ നിന്നാ ശരിയാവൂല. ഞാൻ പോയിണ്. അമ്മേനോട് പറഞ്ഞേരാ അച്ഛൻ പോയിന്ന്. എന്തോന്ന് ഇത് രണ്ടുപേരും പിള്ളേരെ പോലെ വഴക്കിടുന്നേ? സാധാരണ നിങ്ങൾ ഇങ്ങനെ വഴക്കിടാറില്ലല്ലോ. അഥവാ ഇനിയിപ്പോ വഴക്ക് ഇട്ടാൽ തന്നെ അച്ഛൻ ഒരു 10 മിനിറ്റ് പുറത്തു പോവും, എന്നിട്ട് കൂളായിട്ട് തിരിച്ചു വരും. അത് പിന്നെ ചേച്ചി അറിഞ്ഞൂടെ, ഇത് ഏത് വീട്? നമ്മുടെ വീടല്ലേ. എങ്ങനെ പോയാലും ഇവിടെ തല്ലുണ്ടാവൂലേ? എത്ര തല്ലുണ്ടാക്കണ വീടാണ്. എന്തായാലും മോളെ, ഇനി ഞാനിവിടെ നിന്നാ ശരിയാവില്ല. പിന്നെ നിന്റെ മകൻ ബിസിനസ് ചെയ്ത് പൊട്ടി എന്റെ മുമ്പിലെങ്ങാൻ വന്നാൽ എന്റെ വിശ്വരൂപം കാണേണ്ടി വരും. അപ്പൊ എങ്ങനെയാ വ്രതം എടുത്തു തുടങ്ങല്ലേ? അല്ല, അച്ഛൻ വിശ്വരൂപം കാണിക്കുമെന്ന് പറഞ്ഞേക്കാണല്ലോ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഒരു കാര്യമില്ല, എനിക്ക് തള്ളണ. டேய் இன்னைக்கு சப்பாத்தி முட்டைக்கறி வைக்க போறேன். രാത്രിയാ? ചപ്പാത്തിയാ? ചപ്പാത്തി. ചപ്പാത്തി എന്ന് പറയുമ്പോ ഏറെക്കുറെ പരുത്തി വരുമ്പോ എത്ര കനം കാണുമെന്ന് റേഡിയ? நான் எப்பவும் பருத்துற மாதிரி தானேடா, தின்னா தானே இருக்கும். ഈ കനത്തിനാ? தின்னா தான் இருக்கும், எப்போ இருக்கிற மாதிரி தான் கேசு. അങ്ങനാണെങ്കിൽ ഒരു 7 എണ്ണം. 7 எண்ணமா? மொத்தமா 7 எண்ணம் போதுமா? എനിക്ക് 7 എണ്ണം. அது என்னடா புது விஷயமா? எப்பவுமே 7 எண்ணம் தானே நான் உனக்கு கொடுப்பேன். അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആളെണ്ണം കൂടുതലാണല്ലോ, അപ്പൊ പിന്നെ പറഞ്ഞ് എനിക്കുള്ള എണ്ണം കുറയണ്ടെന്ന് വിചാരിച്ചു. அப்படின்னா நீ சொல்லு, நம்ம எவ்வளவு சப்பாத்தி உண்டாக்கலாம்? അതൊരു എനിക്കൊരു 7 എണ്ണം ഇട്ടിട്ട് ബാക്കി എത്ര എണ്ണം ഉണ്ടാക്കിയോ? டேய் அப்படி சொல்லாம கரெக்டா கணக்கு சொல்லுடா, அப்படின்னா நான் கரெக்டா ബോളാ ഉണ്ടാക്കறேன். സംഭവം ചപ്പാത്തിയുടെ കാര്യം ഓക്കെയാണ്, പക്ഷെ ഈ മുട്ടക്കറി എന്നാലും അളിയന്റെ അച്ഛനും അമ്മയൊക്കെ വന്നല്ലേ, കുറച്ച് ഗ്രാൻഡ് ആക്കി പിടിക്കായിരുന്നു. ഒരു ചിക്കൻ കറിയൊക്കെ ആയിരുന്നെങ്കിൽ പൊളിച്ചേനെ. டேய் அப்படின்னா நீ ஒண்ணு செய், இப்பவே சிக்கன் கறி வேண்டாம், சிக்கன் வாங்கி கொடு. நான் அதை சமைக்கிறேன். என்ன சொல்ற? 20 நிமிஷம் போகுதுன்னா ஒரு சிக்கன் கறி ஆவறதுக்கு. இதெல்லாம் அரிஞ்சு எல்லாமே வச்சு இதெல்லாம் குக் செய்யறதுக்குள்ள ஒரு 3/4 மணி நேரம் இருந்தா பளிச்சுன்னு சிக்கன் കറി நான் വെച്ച് കൊടുக்கிறேன். അത് 20 നിമിഷം, പിന്നെ 3/4 മണി നേരം. ശരി, ചിക്കൻ്റെ കാര്യം ഞാൻ വേണമെങ്കിൽ ചേച്ചിയോട് സംസാരിച്ച് നോക്കാം. டேய்
அப்படி இருந்துன்னா சிக்கன் கறி வச்சா எனக்கு பெருமையா இருக்கும்டா. വെച്ച് കഴിഞ്ഞാൽ അതൊരു കഴിച്ചു കഴിയുമ്പോ നമ്മുടെ വരുമ്പോ പോകുന്നതാണ് എന്റെ പേടി. டேய் கேசோ, എന്നാ പിന്നെ വെച്ചിട്ട് ചോദിക്കാം. എന്റെ അമ്മുമ്മ, സിദ്ധുവിന്റെ അടുത്ത് ഞാൻ എന്ത് ചോദിക്കാനാ? മംഗലാപുരത്ത് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ അവൻ പറയും നാട്ടിൽ വന്നിട്ട് പറയാം. അളിയന്റെ കാര്യമാണ്. ആ ചേച്ചി, എന്റെ ഒരു വിലയേറിയ അഭിപ്രായത്തിൽ വെറുതെ അളിയനെ വിളിച്ച് ഇനി ചൊറിയാൻ നിൽക്കണോ? ഒന്നാമത് അളിയൻ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. അതന്നെയാണ് ഞാനും പറയുന്നത്. പിന്നെ അവൻ അവിടെ എവിടെ ഒന്നും അല്ലല്ലോ നിൽക്കുന്നത്, അവന്റെ പെങ്ങളുടെ വീട്ടിൽ തന്നെയല്ലേ. അത് കറക്റ്റാണ്. அந்த விஷயத்த சொல்லித்தான் சித்தோட அப்பாவும் அம்மாவும் சண்டை போட்டுட்டு 2 திக்கில உட்காந்துட்டு இருக்காங்க. ഇതിപ്പോ ഇവിടെ വന്നപ്പോ തന്നെ പ്രശ്നം ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അച്ഛനെ കാണുന്ന ചാട്ടം മാത്രമേ ഉള്ളൂ, പാവമാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ തണുക്കും. പക്ഷെ അമ്മ അങ്ങനെയല്ല, നമുക്കുണ്ടല്ലോ അടുക്കാൻ പറ്റില്ല. അല്ല, പക്ഷെ എന്നാലും അച്ഛനെ കിടന്ന് ചാടുന്നെന്ന് പറയുന്നല്ലോ. പുള്ളിക്കാരൻ ചാടുന്നതിന് എന്തായാലും കാര്യം കാണുമല്ലോ. ഒരു കാര്യം ചോദിക്കട്ടോ, സിദ്ധുവിനെ ഇപ്പോഴും അച്ഛൻ്റെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാറില്ലേ? സിദ്ധുവിന്റെ കാര്യത്തിൽ അച്ഛൻ കുറച്ച് ഡെസ്പാണ്. അച്ഛനെ എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ സിദ്ധു നേരത്തെ അച്ഛന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പൊ ഒന്നും പറയാറില്ല. അതാണ് അച്ഛന്റെ മെയിൻ പ്രശ്നം. എല്ലാ അച്ഛനമ്മമാർക്കും മക്കളുടെ കാര്യത്തില് ഒരു പ്രതീക്ഷയാ, അതുപോലെ തന്നെ ടെൻഷനും ഉണ്ടാവും. ഇതിപ്പോ എന്നെ നടുക്ക് പിടിച്ചിട്ടിട്ട് സിദ്ധുവിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ചോദിച്ച് അറിയണം. അതാണ് അവരുടെ വരവിന്റെ തന്നെ മെയിൻ ഉദ്ദേശം. എന്റെ ലച്ചു, നീ ഇങ്ങനെ സിദ്ധുവിന്റെ കാര്യത്തിൽ ഉഴപ്പല്ലേ. എന്താ ഏതാന്ന് വെച്ചാൽ കാര്യങ്ങളെല്ലാം ചോദിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കറക്റ്റാ. ഇതിപ്പം സംഭവം നമ്മുടെ അളിയൻ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ചേച്ചി, അളിയനി തുറമുഖമായിട്ട് മുന്നോട്ട് പോകാനാണല്ലോ പ്ലാൻ. അതായത് ഇമ്പോർട്ടിങ് അല്ല, പക്ഷേ എക്സ്പോർട്ടിങ് ഇല്ലേ? ഫ്രൂട്ട്സ് എക്സ്പോർട്ടിങ്. അപ്പൊ ഫ്രൂട്ട്സിന് ഇമ്പോർട്ടിങ് കാണും. ആദ്യം ഫ്രൂട്ട്സ് തുടങ്ങിയിട്ട് പിന്നെ വെജിറ്റബിൾസ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ നട്ട്സ്, മറ്റേത് മറിച്ചെന്ന് പറഞ്ഞാൽ അളിയെ കയറി പിടിക്കും. അതുറപ്പാണ്. കാരണം ആരാ? എൻ്റെ അല്ലേ അളിയേ. എന്റെ ഡൗട്ട് അതല്ല മുമ്മ, ഇതിപ്പോ ഇതെല്ലാം കൂടെ കുറച്ചുകൂടെ സുലഭമാക്കാൻ വേണ്ടിട്ടേ ഈ എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിങ് അളിയനൊരു ബോട്ട് വല്ലതും എടുക്കാൻ സാധ്യത ഉണ്ട്. ഇല്ലടാ, അവൻ കപ്പലൊരെണ്ണം മേടിക്കും. എന്നിട്ട് അതിനെ നിന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഓ ഓ ഓ ഓ തന്റെ ഭർത്താവിന്റെ കപ്പൽ അധികം പോയത് അങ്ങനെയാണെ മുങ്ങും. സാമദ്രോഹി, നാക്കുളച്ചൊന്നും പറയല്ലേ. ഒന്നാമത് അങ്ങൂല്ല ഇങ്ങൂല്ലാത്ത അവസ്ഥയിലാണ് നിക്കണത്. ആ ഇപ്പൊ ഞാനാണോ നാക്കുളച്ചോണോ? ചേച്ചിയല്ലേ പറയണേ. லெச்சு, நான் ஒன்னு சொல்லட்டா? എന്താ? அம்மாவும் அப்பாவும் ரொம்ப டென்ஷனா இருக்காங்க. நீ போய் அவங்கள்ட்ட சமாதானமா பேசு. அவங்க போறதுக்கு முன்னாடி கொஞ்சம் நிம்மதி கிடைக்கட்டும். ഇതിപ്പോ ചേച്ചി പോയി സംസാരിച്ച അവരുടെ ഉള്ള നിമ്മതിയും കൂടെ പോകും തോന്നുന്നു. ഇതെന്റെ ഒന്നാമതെന്റെ ഓ ഓ ഓ ഓ ഓ ഞാൻ ഒന്നും പറയണില്ലേ. പിന്നെ അമ്മൂമ്മ കനകാന്റെ കേക്കണം, വേറൊരു കാര്യമുണ്ട്. ഇതിപ്പോ അവര് തമ്മി എന്തൊക്കെ അടി ഉണ്ടാക്കിയാലും ലച്ചു ചെന്നൊരു വാക്ക് പറഞ്ഞ അവരങ്ങ് അടങ്ങും. കാരണം എന്തുവാ? ലച്ചു അവരെ കുപ്പിയിലാക്കി വെച്ചേക്കുമല്ലേ. ലച്ചുവിനെ അവർക്ക് പേടിയാ. വരച്ച വരയില്ല. കുപ്പിയിലാക്കാൻ അവരെന്ത് ഭൂതോ? അയ്യോ, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, താങ്കൾ പറഞ്ഞതാണ്. എനിക്കൊരു അവസരം വരും കേട്ടാ. അമ്മൂമ്മ ഇപ്പൊ വരാവേ. എവരി ഡോഗ് ഹാസ് എ ഡേ. അതെ അതെ, ആ ദിവസം നിനക്കും വരും. டேய், லெச்சுக்கு குழிப்பல் தம்மாவை ரொம்ப பயம் இல்ல? പിന്നെ അല്ലാതെ പിന്നെ അമ്മ പിടിച്ച് വലിച്ചീറി ഏറി കയറ്റി. അച്ഛാ, എന്താ മോളെ? തിരക്കാണോ? ഒന്നിങ്ങോട്ട് വരുമോ? ഒന്നുമില്ല, ഇവിടെ ഇരി. അയ്യോ, ഞാൻ ഈ നേരത്തെ കഴിക്കാറില്ല. കഴിക്കാനല്ല, ഒരു കാര്യം സംസാരിക്കാനായിരുന്നു. അതെ, നിന്റെ അമ്മായിയമ്മയായിട്ട് കോംപ്രമൈസിനാണെങ്കിൽ എന്നെ കിട്ടൂല. കോംപ്രമൈസ് ഒന്നും അല്ല, വേറൊരു കാര്യം പറയാന്. നന്നായിരിക്കാം. അമ്മ ഒന്നിങ്ങോട്ട് വരൂ. എന്ത് കാര്യം? ഒരു കാര്യം പറയാനാ. അച്ഛനായിട്ടുള്ള വഴക്ക് തീർക്കാനാണ് എന്നെ വിളിക്കണ്ട. വഴക്ക് തീർക്കാനൊന്നും അല്ല, വേറൊരു കാര്യം പറയാൻ. വേറെന്ത് കാര്യോ? ആ
നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്ന്? നിങ്ങൾ ഇങ്ങനെ വഴക്കിട്ടിരുന്ന അമ്മൂമ്മയ്ക്കും ആന്റിക്കും കേശുവിനൊക്കെ സങ്കടാവൂലേ? എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. പിന്നെ എനിക്കാണോ പിണക്കം? ഞാൻ ഈ സിദ്ധുവിന്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ കിടന്ന് ബഹളം വെച്ചത്. നമുക്കറിയാമോ, അവന്റെ പഠിത്തം കഴിഞ്ഞപ്പോ എന്റെ ഒരു സുഹൃത്തിന്റെ കൈയും കാലും പിടിച്ചിട്ടാണ് ഞാൻ അവന് ഗൾഫിൽ ഒരു ജോലി റെഡിയാക്കി കൊടുത്തത്. അവൻ അവിടെ നല്ല പൊസിഷനിൽ എത്തുകയും ചെയ്ത്. ഇപ്പോഴും അവന് നല്ല ചാൻസ് ഉണ്ടപ്പോ അവിടെ. എന്നാ പിന്നെ തിരിച്ച് ഗൾഫിലോട്ട് തന്നെ അങ്ങ് വിട്ടാ പോരായോ? തന്നെയല്ലേ ഞാനീ പറയണത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്യ്, അച്ഛൻ ഒരു കാര്യം ചെയ്യ്, ഇത് നേരെ വിളിച്ചൊക്കെ പറഞ്ഞാ പോരാ, പ്രശ്നം കഴിഞ്ഞല്ലേ? അളിയനെ വിളിക്കുന്നവനെ അല്ല, അതിപ്പോ വിളിക്കണോ? പിന്നെ വിളിച്ചാ പോരെ? இப்பவே கூப்பிடுங்களேன். നിങ്ങൾക്ക് എന്താ പേടിയാണോ അവനെ വിളിക്കാൻ? എന്റെ മോനെ വിളിക്കുന്നതിന് ഞാൻ എന്തിനാണ് പേടിക്കണത്? എന്നാ പിന്നെ വിളിക്ക്. അല്ല, അവനിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുടുംബമായിട്ട് സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരാളാണ്. അവനെ ഞാൻ വിളിച്ചിട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അച്ഛൻ ഇത്രയൊക്കെ അറിയായിരുന്നെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇതൊക്കെ? അല്ല, വിളിക്കാല്ലേ? ശരിക്കും ഇവളാ എല്ലാം വിളിച്ച് ചോദിക്കേണ്ടത്. അതെങ്ങനെയാ? ഇപ്പൊ എന്ത് ജോലിക്കാരത്തിന് അവൻ പോയിരിക്കാൻ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാൻ പേടിയല്ലേ? അല്ലേ? പക്ഷെ ഞാൻ സിദ്ധുവിനെ വിളിച്ചായിരുന്നു. വിളിച്ചപ്പോ അവൻ എന്താ പറഞ്ഞത്? ലച്ചൂസേ, ഞാൻ അവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാട്ടോ എന്നല്ലേ പറഞ്ഞേ? അതെ, ഇത് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് ഊഹിക്കാലോ, എന്റെ മോനല്ലേ അവൻ. ഇങ്ങോട്ട് നോക്കിയാ നീ. അവന്റെ ജോലി കാര്യത്തിലും അവൻ ഇപ്പൊ പോയിരിക്കുന്ന ബിസിനസ് കാര്യത്തിലും നിനക്കൊരു വ്യക്തത ഇല്ലാത്തോണ്ടല്ലേ ഇന്നലെ ഞാൻ വന്നപ്പോ മുതല് എന്റെ കണ്ണി പെടാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നത്? കറക്റ്റ്. ഇത് അമ്മയ്ക്ക് നേരത്തെ മനസ്സിലായിരുന്നെങ്കിൽ നേരത്തെ തന്നെ പറയാൻ പാടില്ലായിരുന്നു. ഞായറാഴ്ച എന്നെ പറയാൻ പാടില്ലായിരുന്നു. നീ എവിടെ വരെ പോകുമെന്ന് എനിക്കൊന്ന് കാണണമായിരുന്നു. അതിനു വേണ്ടിട്ടാ. നിങ്ങൾ എന്താ നോയിക്കൊണ്ടിരിക്കുന്നത്? വിളിക്കാവനെ, വിളിക്കാൻ. പിന്നെ വിളിച്ചാ പോരെ? വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചേ. എന്ത് ബിസിനസ്സിനാ പോയിരിക്കുന്നത്, എന്നാ വരുന്നതെന്നൊക്കെ. അതെ, എനിക്കാരെയും പേടിയില്ല. എനിക്ക് വിളിക്കണ എന്താണോ? എന്റെ മോനല്ലേ, ഞാൻ വിളിക്ക്. ആ സിദ്ധു, എന്താണ് അവിടുത്തെ വിശേഷങ്ങള്? ആ അല്ല, ഈ മംഗലാപുരത്ത് എന്താ പരിപാടി? ഓ ആ ഓ ഓ ഓ ശരി 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 മോനെ, ഇതൊക്കെ നല്ല പരിപാടി തന്നെയാണ്. അത് അച്ഛന് ഇഷ്ടവുമാണ്. പക്ഷെ ഇപ്പൊ തൽക്കാലം നമ്മക്കത് വേണ്ട. കാരണേ ദുബായില് നിന്റെ ജോലി അവിടെ അതിന് നല്ല സാധ്യത ഇല്ലടാ. അല്ല, അച്ഛൻ പറയട്ടെ, തൽക്കാലം നീ ഒരു കാര്യം ചെയ്യ്. പോയ കാര്യം നീ മാറ്റി വെച്ചിട്ട് നീ ദുബായിക്ക് പോകും. അല്ലടാ, അത് നമുക്ക് വന്നിട്ട് സാവധാനം ചെയ്യാല്ല. അത് മതി. അതാണ് നല്ലത് കേട്ടാ. പിന്നെ അളിയനും മങ്ങളൊക്കെ എന്തോ വേണം? സുഖമായിട്ടിരിക്കണ? എന്തായാലും നീ അവിടെ വരെ ചെന്നതല്ലേ, അളിയന്റെ കൂടെ 2 ദിവസമൊക്കെ നിന്നിട്ട് സന്തോഷമായിട്ട് തിരിച്ചു വാ. ശരി, ഓക്കേടാ. എന്താ അവൻ പറഞ്ഞേ? അച്ഛന്റെ താല്പര്യം അതാണെങ്കിൽ അവനത് മതി എന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല അമ്മ, അച്ഛനൊരു വാക്ക് പറഞ്ഞ അതിന്റെ അപ്പുറത്തേക്ക് സിദ്ധു പോകത്തില്ല. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്ര സ്ഥിതിക്ക് നമുക്കെല്ലാവരും കൂടെ വൈകിട്ടൊന്ന് പുറത്തിറങ്ങി ഒന്ന് കറങ്ങി ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. എന്ത് പറയണ്? അതിനെന്താ ചേച്ചി, ഹാപ്പി ആയില്ലേ? ലച്ചു ഇപ്പൊ ഭയങ്കര ഹാപ്പിയാ. എന്നാ പിന്നെ ഒന്ന് പുറത്തു പോകുമ്പോ ഫുൾ ചെലവ് ചേച്ചിനാ.